ഹായ് ഫ്രണ്ട്സ് എടുപ്പാ അങ്ങനെ ഹീറോയിന് ഇവിടെ ഹീറോയിൻ സാരില്ല എന്ന് പറയായിരുന്നു. ആറാം കുറച്ച് സാഡായിരുന്നു, പാവം എന്ന് പറഞ്ഞ് ഹീറോയിൻ ശരി ആറാമരോട് പറയായിരുന്നു. മോസിൽ ആറാം എന്ന് പറഞ്ഞായിരുന്നു. ആറാം ശരി ഓക്കെ എന്ന് പറയായിരുന്നു. ആറാമുക്ക് ഹീറോയിന് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ആറാമുക്ക് ബേബീസ് ജനിച്ചു. ആറാം മാതിരിയാണ് ടാലൻ്റ് ഉള്ളത്. ഒരു ഗേൾ ട്വിൻസ് ആണ്. ഫസ്റ്റ് ഒരു ബോയ് ഒരു ഗേൾ. ഹീറോയിൻ ഡേയ്സ് വേറെ ഹീറോയിൻ ബേബീസ് ജനിച്ചു. ഹീറോയിൻ ബേബീസ് പറയായിരുന്നു. രണ്ടുപേരും എന്താ ചെയ്യാം, മോവും പറഞ്ഞു കേൾക്ക്, ഞങ്ങൾ രണ്ടുപേരും പഠിക്കാം. ഹീറോയിൻ നടു കഴിച്ച് കേൾക്കുക. എന്താ പഠിക്കുന്നതാ? ആദമോ ഞങ്ങൾ രണ്ടുപേരും പഠിക്കാം. ഇപ്പം എത്ര വയസ്സായി? മോമ്മി ഞങ്ങൾക്കുള്ള 4 വയസ്സ് എന്ന് ഹീറോയിൻ ഷാക്കായിരുന്നു. 4 വയസ്സിൽ എന്താടാ പഠിക്കുന്നത് എന്ന് പറഞ്ഞു രണ്ടുപേരും വഴക്ക് പറയുന്നു. നിങ്ങൾ പഠിക്കാറുണ്ട് എന്ന് പറഞ്ഞ് കളി പ്രായത്തിൽ പഠിക്കുന്നതാ എന്ന് പറഞ്ഞ ഹീറോയിൻ തലക്കയ്യായിരുന്നു. ആറാം വന്ന് ജൂണ വന്ന് പറയാം, മമ്മി എന്താടാ ജൂണ എന്ന് പറയുന്നു. ജൂണ പറയായിരുന്നു, മമ്മി ഞങ്ങൾ രണ്ടുപേരും പഠിക്കുക. അതിനായിട്ട് ഗേൾ ബേബി പറയുന്നു. ഗേൾ ബേബിക്ക് അതെ ഹീറോയുടെ പേര് എന്താ മീനു മിയ അല്ല മീനു അല്ല മീന കുട്ടി അല്ല മിയാക്കുട്ടിക്ക് എന്ത് പ്രശ്നമോ ഇല്ല മോ പറഞ്ഞേക്ക് ചേട്ടൻ എന്താ ചേച്ചിനെ നോക്ക് എന്ന് പറയുക. എന്താടാ ഇത് കാട്ടിയെന്ന് ആറാം നോക്ക് മുറിക്കുന്നു. ആറാം സോറി ബേബി എന്ന് പറഞ്ഞ ആറാം വന്ന ഹീറോയിൻ സമാധാനമാക്കായിരുന്നു. അവനായിട്ട് ആറാം ഇവരെ കുട്ടികൾക്ക് രണ്ടുപേരും വഴക്ക് തല്ലാക്കുന്നുണ്ട്. ആറാം ഷോക്കായിരുന്നു. അവനെ 2 കുട്ടികൾ ഇത് തല്ലാക്കുന്നുണ്ടായിരുന്നു. ജിന്നു വന്നു. എന്താടാ ഷോക്കായിരുന്നു നോക്കായിരുന്നു. ജിന്നിൻ്റെ ബേബി ഷുഗറിൻ്റെ ബേബി രണ്ടും തല്ലാക്കായിരുന്നു. ആറാമൻ സമാധാനമാക്കായിരുന്നു. എന്താടാ എന്താടാ അവിടെ നടക്കുന്നത്? 2 വെളിയിൽ തല്ലാക്കായിരുന്നു. നന്നായിട്ട് 2 പേരോട് കളിക്കാൻ ഇല്ല തല്ലാക്കണം അങ്ങനെ എല്ലാം ഒക്കത്തെ ഉണ്ടാകും. അങ്ങനെ ആറാം സമാധാനമാക്കിയായിരുന്നു. അങ്ങനെ ബേബീസ് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ജോലിയായിട്ട് ബേബീസ് എൻജോയ് ചെയ്ത് കളിക്കായിരുന്നു. നമുക്ക് ചിരിക്കുന്നതായിരുന്നു. അങ്ങനെ ഡേയ്സ് തുടങ്ങി കുട്ടികൾ വളർന്നു വലുതായി. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് 5 വയസ്സ്. ഹീറോയിൻ നോക്കി ആറാം നോക്കി മുറിക്കായിരുന്നു. എന്നിൻ്റെ ഇങ്ങനെ മുറിക്കുന്നത് അങ്ങനെ ഹീറോയിൻ മുറിച്ചിട്ട് ആറാമനെ നോക്കുമായിരുന്നു. നോക്കിയിട്ട് കണ്ട് പോകായിരുന്നു. അതെ അവിടെ ഹീറോയിന് കയ്യിൽ ഇപ്പോൾ 1 വയസ്സിൻ്റെ ഒരു ബേബി ഉണ്ട്. അത് നോക്കിയിട്ടാണ് ഹീറോയിൻ മുറിക്കുന്നത്. നമുക്ക് മനസ്സിലായി ഇതൊക്കെ മുറിക്കുന്നടി ബേബി എന്ന് പറയുന്നു. നമുക്ക് മൂക്കിലൊരു കുത്തു. അയ്യോ ഇതിനടി തല്ലുന്നെന്ന് പറയുന്നു. ഇപ്പോൾ 1 വയസ്സായി കുട്ടിക്ക്. ബോയ് ബേബിയായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ടെൻഷനാക്കുന്ന ഡാർലിങ് ഒരു ടെൻഷനും ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആറാം സമാധാനമാക്കായിരുന്നു. സമാധാനമാവും പോകുന്നില്ല ഹീറോയിൻ. ടെൻഷന് വഴക്ക് കിളിയെന്ന് ആറാമന് വഴക്ക് പറയുന്നു. ആറാമക്ക് കാതിൽ ബി എന്ന് കേൾക്കായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അങ്ങനായിട്ട് ആറാമക്ക് വീണ്ടും വഴക്ക് പറയുന്നു. അതെ ഹീറോ ഇപ്പോൾ വീണ്ടും വെഡ്നറ്റായിട്ട് വീട് കൊണ്ടുവരികയും ചേർന്ന ഹീറോയ്ക്ക് ഇപ്പോൾ 4 ബേബീസ് ഉണ്ടായിരുന്നു. ഗേൾ ബേബിയാണ് ഇപ്പം. അതെ ആ ബേബിക്ക് ഇപ്പോൾ 4 വയസ്സ്. ഇപ്പോൾ ഗേൾ ബേബിക്ക് 1 വയസ്സ്. അങ്ങനെ ഹീറോയ്ക്ക് കോൾ വന്നിരുന്നു. വാ പ്രശ്നം ഒരു സോളായി ഇന്ത്യക്ക് വാ എന്ന് പറയായിരുന്നു. അതുകൊണ്ട് ആറാമനോട് പറഞ്ഞു. ആറാമൻ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ വെളിയിൽ വന്നു. അയാൾ വന്ന് നോക്കുമ്പോൾ അങ്ങനായിട്ട് ആ വില്ലി അതെ അവന് പോയ ആ വില്ലനിക്കും വീട്ടിൽ വൈഫ് അതടിറാ ഇതറിയിടാ എന്നവിടെ വീട്ടിലുണ്ട് ഓയൊക്കെ പറയായിരുന്നു. ഇത് ആ ഹീറോ കാറ് കയറുന്നില്ല ഇവിടെയൊക്കെ കാറ് പോകുന്നു. അങ്ങനെ പാഞ്ഞോട് വന്ന് നോക്കുമ്പോൾ വീട് അതെ ഹീറോയിൻ്റെ വലിയ വീടായിരുന്നു. അതുകൊണ്ട് ഹീറോയിനും ആറാം ഇറങ്ങി ഇത് ആരാ എന്ന് കുട്ടികളെല്ലാം ഇറങ്ങി വന്നു. ഹീറോ ഇറങ്ങി വന്നു. ഹീറോയിൻ്റെ ഒരു ബേബി ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് ഷാക്കായിരുന്നു. എന്താ മാസ്ക് ഇട്ടുണ്ടായിരുന്നു ആരറിയില്ലല്ലോ എന്ന് പറയുന്നു. അവിടെ ഒരാളോട് കേട്ടായിരുന്നു ഫ്രണ്ടിനോട്. ഫ്രണ്ട് പറയായിരുന്നു ഇല്ലടാ അവരുടെ ഹസ്ബൻഡ് വൈഫാടാ എന്ന് പറയുന്നു. ഷാക്കായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ ജോലിയായിട്ട് ഇങ്ങനെ അകത്ത് വന്നായിരുന്നു. ഹീറോ ഇവിടെ ആൾക്കുള്ള ഭയങ്കര ഹാപ്പിയായിരുന്നു. ആറാം പറയുന്നു നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കായിരുന്നു. അതെ നമ്മൾ ഹീറോയിൻ്റെ അനിയനും പറഞ്ഞ് മറന്നുപോയി. അതെ ഹീറോയ്ക്ക് ഒരു അനിയനുള്ള കാര്യം പറിച്ചെല്ലാം മറന്നു. ഹീറോയിൻ്റെ അനിയന് വന്നിരുന്നു. എനിക്ക് എൻ്റെ ഗിഫ്റ്റ് എന്ന് വന്ന് കേൾക്കായിരുന്നു. ഹീറോയി ചിരിക്കായിരുന്നു. എന്താടാ എന്ന് പറയുന്നു. ഇല്ല എൻ്റെ ക്യാരക്ടർ മറന്നുപോയോ എന്ന് പറയുന്നത്. എന്താടാ ഇത് പറയുന്നത്. ഹീറോയിൻ്റെ അനിയൻ +2 പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഇപ്പോൾ കോളേജ് പഠിക്കുകയാണ്. അല്ല കോളേജ് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ കോളേജ് പഠിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂർ എന്തോ പഠിക്കുക. കോളേജ് +2 പഠിക്കുമായിരുന്നു. ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് പഠിച്ചിട്ട് ഇപ്പോൾ എനിക്ക് കഴിഞ്ഞു. എനിക്കത് ജോലി കിട്ടിയ നല്ലതായിരുന്നു എന്ന് ആറാമോട് കേൾക്കായിരുന്നു. ആറാം ചിരിച്ചിട്ട്
ഇല്ലടാ നിനക്ക് ബിസിനസ്സാ, നിനക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത്? ആ റമ്മയോട്ട് പറഞ്ഞാണ് ബിസിനസ്. ബിസിനസ് സൂപ്പറായിട്ടുണ്ടോ? ആ ബിസിനസ് നീ ചെയ്തോ, നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് റാം പറഞ്ഞാണ്. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്ലേസ് വിളിച്ചായിരുന്നു. അതിനായിട്ട് ആ ഹീറോയിൻ്റെ അനിയൻ ഒരു പ്ലേസ് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് റാം പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഹീറോയിൻ്റെ അനിയന്. നല്ല ഫേമസ് ആയിട്ട് പോകുന്നു പറഞ്ഞ ബിസിനസ് പറഞ്ഞ ഹീറോയ്ക്ക് ഒന്ന് ഹീറോ ഫാഷൻ ഡിസൈൻ പഠിച്ചത്. ഹീറോയിൻ്റെ അനിയൻ പറഞ്ഞ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് പറഞ്ഞ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ബിസിനസ് പറഞ്ഞ ആറാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ അനിയൻ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട്. ആ റൗണ്ട് നോക്കി ചിരി ഹീറോ പറയുന്നു. അതെ അതെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട് പറയുന്നു. ഹീറോയിൻ്റെ അനിയൻ പറഞ്ഞ ബിസിനസ് പറഞ്ഞ നിറയെ നിറയെ സ്റ്റോറീസ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാർട്ടൂൺ മതി, അതൊരു ചാനൽ, ഗെയിംസ്, കാർട്ടൂൺ, സ്റ്റോറി എല്ലാം കൊടുക്കുമായിരുന്നു. അതുപോലെ റിയൽ സ്റ്റോറി മതി, അതൊരു ഫേമസ് ആയിരുന്നു. അനിയനക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചെയ്യുന്നത്. അങ്ങനെ അനിയൻ്റെ ഉമ്മ പറയും. അപ്പോൾ പറയുന്നു എന്താണ് ചെയ്യുന്നത്? ഇല്ല ഉമ്മ, ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണുള്ളത്. അങ്ങനെ ഫേമസ് ആയിട്ട് പോയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ജോലിയായിട്ട് ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ കൊണ്ട് ഹീറോയിൻ പറയായിരുന്നു ശരിയടാ ബിസിനസ് നല്ലുണ്ട്, നന്നായിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ആറാം ഒരു 47 മെമ്പേഴ്സ് വിളിച്ചായിരുന്നു. ഞാൻ പുതിയൊരു കാർട്ടൂൺ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ വോയിസ് കൊടുത്താൽ നല്ലോണ്ടായിരുന്നു എന്ന് പാവമായിട്ട് ആറവരോട് പറയായിരുന്നു. ശരി ഓക്കെ ആയിരുന്നു. അങ്ങനെ അവർ ഒരാളോട് പറയായിരുന്നു. അതെ ഐഡൽസ് പറഞ്ഞ കാർട്ടൂൺ ഞങ്ങൾ പുതിയ ചെയ്യാൻ പോവാം, ഇതിലുള്ള സ്റ്റോറികൾ സൂപ്പറായിട്ടുണ്ട്, പിന്നെ ഇതിലങ്ങ് ഫേമസ് ആകുമ്പോൾ ഇത് കേട്ടോ അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ കഥ എന്താ സ്റ്റോറി എന്ന്. അങ്ങനെ ആ കാർട്ടൂൺ ചെയ്തത് അങ്ങനെ ടോപ്പ് ഭയങ്കര ഫേമസ് എല്ലാ നിറയെ ഹാർമേഴ്സ് കൂടി പോയിരുന്നു. അങ്ങനെയായിട്ട് അത് ഫേമസ് ആകാൻ തുടങ്ങി. അതുകൊണ്ട് ഹീറോയിൻ്റെ അനിയൻ്റെ കമ്പനിയിൽ നിറയെ ആൾ വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ എന്തിനൊക്കെ കഷ്ടം സെലിബ്രിറ്റി വെച്ച് എല്ലാം ഫേമസ് ആവാൻ തുടങ്ങി. ഹീറോയിൻ്റെ അനിയനക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒരു കൊറിയയിലെ ഒരു ബിസിനസ് മാൻ്റെ മകൾക്ക് ഹീറോയിൻ്റെ അനിയനെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്രൊപ്പോസ് ചെയ്ത് അങ്ങനെ അവർ രണ്ടുപേർ കപ്പിൾസായി. ആ ഹീറോ ചിരിച്ച് പറയാണ് ശരി എന്ന് പറഞ്ഞ് ഹീറോ ചിരിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.